അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ ഷിഅറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്നലെ രാത്രിയാണ് അത് അപ്ലോഡ് ചെയ്തത്. ഇന്ന് രാവിലെ ആയിരിക്കും നിങ്ങളത് കണ്ടിട്ടുണ്ടാവുക. ഇൻഷാ അല്ലാഹ് അബ്ബാസിയയിലെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. അത് 3 പാർട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വലിയ ലെങ്ത്തുള്ള വീഡിയോ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പം അതുകൊണ്ട് നസർ ഒരു ഭാഗം, നഖദ് ഒരു ഭാഗം, ഉലൂം വൽ ഫുനൂൻ ഒരു ഭാഗം. അപ്പോൾ അബ്ബാസിയയുടെ 3 ഭാഗങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഞാൻ ആമുഖങ്ങളില്ലാതെ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കാരണം വീഡിയോ ലെങ്ത് ആവുമ്പോൾ അത് നമുക്കൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ്റെ അവസാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുള്ള 1-2 പോരായ്മകൾ കൂടെ ഞാൻ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 3ാമത്തെ പാർട്ടിൻ്റെ ഉലൂമിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഇൻഷാ അല്ലാഹ്. അന്നസർ ഫിൽ അസ്റിൽ അബ്ബാസി, അബ്ബാസിയ കാലഘട്ടത്തിലെ ഗദ്യസാഹിത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗദ്യസാഹിത്യം എന്നുള്ളത് ജാഹിലിയത്തിലും ഇസ്ലാമിയത്തിലും അമവിയിലും നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഹുത്തുബകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അബ്ബാസിയ കാലഘട്ടത്തിൽ ഹുത്തുബകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഹുത്തുബ നമുക്ക് ഒരു ഇനമായിക്കൊണ്ട് പറയാനൊന്നുമില്ല. എന്നാൽ നസറിൻ്റെ ഇനങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് അൽ അഹൂദ്, അതായത് അഹദുകൾ, ഉടമ്പടികൾ, രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒഫീഷ്യലായിട്ട് നടക്കുന്ന ഉടമ്പടികൾ, അത് എഴുതി വെക്കും. അത് നസറിൻ്റെ ഒരു ഇനമാണ്. അൽ കിതാബത്തുൽ ഇഖ്വാനിയ, അതായത് ആളുകൾ പരസ്പരം അയക്കുന്ന എഴുത്തുകളുണ്ട്. ആശംസിക്കാനും നന്ദി പറയാനും സങ്കടം പറയാനും സന്തോഷം പറയാനും അങ്ങനെ എഴുതുന്ന എഴുത്തുകൾ, അത് നസറിൻ്റെ ഒരു ഭാഗമാണ്. വേറൊരു പ്രത്യേക ഭാഗമാണ് തൗഖീആത്ത് എന്നുള്ളത്. തൗഖീആത്ത് അത് രാജാക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരാതികളും അതേപോലെ അപേക്ഷകളും ത്വലബ് അങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും താഴെയായിട്ട് എഴുതുന്ന, ചുരുക്കി എഴുതുന്ന ചില ഡയലോഗുകൾ ഉണ്ടാവും. ചിലപ്പോൾ അത് ഒരു ആയത്തിൻ്റെ ഭാഗമായിരിക്കും, ഹദീസിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഷിഅറിൻ്റെ ബൈത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിരിക്കും. അങ്ങനത്തെ ചെറിയ മൂജിസായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചില ഡയലോഗുകളുണ്ട്. അതാണ് തൗഖീആത്ത് എന്ന് പറയുന്നത്. ഖലാമുൻ ബലീഉൻ മൂജിസുൻ സു ഖുവത്തുൻ, വളരെ ചുരുക്കമുള്ള വേർഡ്സുകളാണ്, സെൻറ്റൻസുകളാണ്. യക്തുബുഹു അൽ ഖലീഫ, ഒന്നുകിൽ ഖലീഫ അല്ലെങ്കിൽ അമീർ അല്ലെങ്കിൽ റയീസ്, മന്ത്രിയോ രാജാവോ നേതാവോ ഒക്കെ എഴുതുന്ന ചെറിയ വാക്കുകളാണ് അത്. ഫി അസ്ഫലിൽ കുത്തുബ്, ഒരു എഴുത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കത്തിൻ്റെ ഏറ്റവും താഴെ എഴുതുന്ന ഒരു ഡയലോഗുകളാണ്. സ്ട്രൈക്ക് ചെയ്യുന്ന ഡയലോഗുകളായിരിക്കും അത്. ഫി ഷക്കിലിൻ റജായിൻ, എന്തെങ്കിലും നല്ല പ്രതീക്ഷയോടുകൂടി എഴുതുന്ന, അല്ലെങ്കിൽ പരാതിയോടുകൂടി, അല്ലെങ്കിൽ ഒരു ഒരു ത്വലബ്, ഒരു അപേക്ഷ ഒക്കെ ആയിട്ട് എഴുതുന്നതായിരിക്കും ഈ തൗഖീആത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് HSL ലെവലിലാണ് ചോദിച്ചത്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, അബ്ബാസിയ കാലഘട്ടത്തിലെ നസറിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് അത് കൃത്യമായി മനസ്സിലാക്കുക. വേറെ ഒരു ഇനമാണ് തർജ്ജമ. അബ്ബാസിയ കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ്റെ വിപ്ലവം നടന്ന ഒരു കാലഘട്ടമാണ്. ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നാണ് ഇൻഷാഉൽ കുത്തുബ്, പുസ്തകം എഴുതി തുടങ്ങിയ കാലഘട്ടം അബ്ബാസിയ കാലഘട്ടമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങി. വേറെ ഒന്ന് അൽ മക്കാമാത്ത്, മക്കാമകളാണ് വേറെ ഒരു ഇനം. മക്കാമ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി എഴുത്തുകാരെ അവരുടെ കാലഘട്ടം അനുസരിച്ച് 4 തൊബക്കകൾ ആക്കിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. 4 തട്ടുകളായിക്കൊണ്ട് തരംതിരിച്ചിട്ടുണ്ട്. അൽ ഊല, ഒന്നാമത്തെ, അത് കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും ആദ്യം വന്നവർ 1ാമത്തെ തട്ടിലാണ് ഉണ്ടാവുക. ത്വബക്കത്തുൽ അൽ ഊല, 1ാമത്തെ തട്ടിലുള്ളത് ഇബ്നുൽ മുഖഫ ആണ് അതിൻ്റെ നേതാവ്. 2ാമത്തെ തട്ടിലുള്ളത് ജാഹിലാണ് അതിൻ്റെ നേതാവ്. ജാഹിദിൻ്റെ ആ ഒരു ത്വബക്കയിൽ ഉൾപ്പെട്ട വേറെ ആളുകളാണ് ഇബ്നു ഖുത്തൈബ, സൂലി, അൽ മുബറദ്, ഈ പറയുന്ന പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരൊക്കെ അതിലുണ്ടായിരുന്നു. ഇനി ത്വബക്കത്തു സാലിസ, 3ാമത്തെ ത്വബക്കയിലുള്ള ആളുകൾ ഇബ്നുൽ അമീദ് ആയിരുന്നു അതിൻ്റെ നേതാവ്. സോഹിബിന് ഉബ്ബാദ്, ബദിഉസ്സമാൻ ഹമദാനി ഒക്കെ അതിലായിരുന്നു. ഇനി അറാബിയ, 4ാമത്തെ ത്വബക്ക, 4ാമത്തെ തട്ടിൻ്റെ നേതാവ്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, ജാഹിദല്ല, അൽ ഖാളി അൽ ഫാളിലാണ്.
ഓക്കെ, ഖാദി അൽ ഫാദിലാണ് 4ാമത്തെ തൊബക്കയുടെ നേതാവായിക്കൊണ്ട് അറിയപ്പെടുന്നതും. അത് നിങ്ങൾ തിരുത്തണം. ഇനി നമുക്ക് നസറിൽ നമ്മൾ ആരൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ ആരൊക്കെയാണ് പഠിക്കുന്നത് എന്ന് നോക്കാം. ഇബ്നുൽ മുഖഫ, ജാഹിൽ, ഇബ്നുൽ അമീദ്, സാഹിബ് ഇബ്നു ഉബാദ്, ഖാദി അൽ ഫാദിൽ, ബദിഉസ്സമാൻ അൽ ഹമദാനി, അബുൽ ഖാസിം അൽ ഹരീരി. ഇത്രയും ആളുകളെ നോക്കൂ നിങ്ങൾ, ഒരു 7 ആളുകളുണ്ട്. ഇവരെ വളരെ ബേസിക് ലെവലിൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. കാരണം LP UP PSCക്ക് അങ്ങനത്തെ നമുക്ക് ചോദിക്കുള്ളൂ. 1ാമത്തെ ആളിലേക്ക് കടക്കുകയാണ്. ഇബ്നുൽ മുഖഫ 142 ഹിജ്റയിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. 106 ഹിജ്റയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ നോക്കണം നിങ്ങൾ, അദ്ദേഹം അബ്ബാസിയ കാലഘട്ടത്തിൻ്റെ തുടക്കക്കാരനാണ്. അമവി കാലഘട്ടം, അബ്ബാസിയ കാലഘട്ടം, ഈ 2 കാലഘട്ടത്തെയും അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബു മുഹമ്മദ് അബ്ദുള്ള ഇബ്നു മുഖഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഉലിദ ഫി ഖറിയത്തി ജൂർ, ഫാരിസിലെ ജൂർ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കന ഇസ്മുഹു ഖബ്ല ഇസ്ലാമിഹി റൗസബ ഇബ്നു ദാദവേഹി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് റൗസബ ഇബ്നു ദാദവേഹി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ലഖബാണ് അബു നസറുൽ അദബി അൽ ജദീദ്, പുതിയ ഒരു ഗദ്യസാഹിത്യത്തിൻ്റെ പിതാവായിക്കൊണ്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. കാരണം അബ്ബാസിയ കാലഘട്ടത്തിലാണ് ഗദ്യസാഹിത്യം, ഇതുവരെ ഉണ്ടായിരുന്ന ഖുത്തുബകളും ഒക്കെ മാറി പുതിയ ഒരു എഴുത്തിൻ്റെ ഒരു വിപ്ലവം തുടങ്ങുന്നത് അബ്ബാസിയ കാലഘട്ടത്തിലാണ്. എഴുത്ത് തുടങ്ങിയത് അമവിയുടെ അവസാനത്തിലാണ്, പക്ഷെ അതൊരു വലിയൊരു മേഖലയായിക്കൊണ്ട് നസർ എന്നൊരു കിതാബത്ത് എന്നൊരു വലിയ മേഖല തുടങ്ങി വെക്കുന്നത് അബ്ബാസിയ കാലഘട്ടത്തിലാണ്. ഒരു ഫന്നായിക്കൊണ്ട് അത് വരുന്നത്, കഥ എഴുത്തുകളൊക്കെ, അതിൻ്റെയൊക്കെ നേതാവായിക്കൊണ്ട് കാണുന്നത് ഇബ്നുൽ മുഖഫൈനെയാണ്. അദ്ദേഹമാണ് 1ാമത്തെ തൊബക്കയുടെ നേതാവ്. ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബു മുഹമ്മദ് അബ്ദുള്ള എന്നുള്ളതാണ്. അത് ഇബ്നുൽ മുഖഫ എന്ന് വരാൻ കാരണമൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമുക്കത് LP UP PSCക്കൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ഉപ്പയെ ഹജാജ് ബിൻ യൂസുഫിൻ്റെ കാലത്ത് ഒരു മോഷണം നടത്തിയിട്ട് പിടിക്കപ്പെടുന്നുണ്ട്, അങ്ങനെ കൈവെട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇബ്നുൽ മുഖഫ എന്ന ഒരു പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത നമ്മൾ പഠിക്കേണ്ടതില്ല. നമ്മളുടെ മുമ്പിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മിൻ അഅ്മാലിഹി, ഇനി അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ച് പറയാം. അതിൽ കലീല വദിംന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള സംസ്കൃതത്തിലുള്ള പഞ്ചതന്ത്ര കഥകൾ, അതാണ് പല ഭാഷകളിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് അവസാനം അറബിയിലെത്തിയത്. ടിബറ്റ് ഭാഷ, ഫഹ്ലവി ഭാഷ, അങ്ങനെ പല ഭാഷകളിലൂടെ പോയിട്ടുണ്ട്. നോക്കാം നമുക്ക്. കലീല വദിംന എന്താണെന്ന് പഠിക്കണം. മജ്മുഅത്തുൻ മിനൽ ഖസസ്, കഥകളാണ് അതിൽ പറയുന്നത്. വൽ ഹികായാത്തുൽ ഫൽസഫിയ, ഫിലോസഫിക്കലായിട്ടുള്ള ഹിക്കായകൾ, വിവരണങ്ങളാണ് അതിൽ പറയുന്നത്. സംഭവ കഥകളാണ് പറയുന്നത്. ഫിലിസാനിൽ ഹയവാനാത്ത്, മനുഷ്യന്മാരല്ല അതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മൃഗങ്ങളാണ്. മൃഗങ്ങളിലൂടെയാണ് നമ്മൾക്ക് ഓരോ സംഭവങ്ങൾ അവതരിപ്പിച്ച് നൽകുന്നത്. മനുഷ്യന്മാർക്കുള്ള ഉപദേശങ്ങളാണ് അതിലുണ്ടാവുക. ഗുണപാഠം നോക്കുമ്പോൾ രാജാവിനും പ്രജകൾക്കും മന്ത്രിക്കും ഒക്കെ ഉള്ള ഉപദേശങ്ങളാണ് അതിലുള്ളത്. പക്ഷെ അത് അഭിനയിക്കുന്നത് അതിലെ ക്യാരക്ടേഴ്സ്, ആ പുസ്തകത്തിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലൊക്കെ ക്യാരക്ടേഴ്സ് മൃഗങ്ങളാണ്, ഹയവാനാത്തുകളാണ്. നുഖില മിൻ ബഹ്ലവിയ ഐ ഫാരിസിയ അൽ ഖദീമ, അത് അറബിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇബ്നുൽ മുഖഫ പഴയ പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് അറബിയിലേക്ക് എത്തിച്ചത്. ഫാരിസിയ അൽ ഖദീമ, പഴയ പേർഷ്യൻ ഭാഷ അറിയപ്പെടുന്നത് ഫഹ്ലവിയ അല്ലെങ്കിൽ ബഹ്ലവിയ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കലീല വദീംന ഇമ്പോർട്ടൻ്റ് ആണ്. അതേത് ഭാഷയിൽ നിന്നാണ് മാറ്റിയത് എന്ന് നിരന്തരം ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെന്താണ് അടങ്ങിയിട്ടുള്ളത്? മജ്മുഅത്തു മിനൽ ഖസസാണ് അല്ലെങ്കിൽ അൽ ഹിക്കായാത്താണ്. ഇങ്ങനെയൊക്കെ ഓപ്ഷനിൽ കാണാൻ പറ്റും. 2 പുസ്തകങ്ങളാണ് അദബുൽ കബീറും അൽ അദബു സ്വഗീറും. അതിൻ്റെ വിഷയം എന്നുള്ളത് ഉപദേശങ്ങളാണ്, നസായിഹാണ്, തത്വജ്ഞാനങ്ങളാണ് അതിൻ്റെ വിഷയം. വേറൊരു പുസ്തകമാണ് റിസാലത്തു സ്വഹാബ. റിസാലത്തു സ്വഹാബ എന്നുള്ളത് അദ്ദേഹം ഖലീഫ അൽ മൻസൂറിന് എഴുതിയിട്ടുള്ള എഴുത്തുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത്രയും നമുക്ക് ഇബ്നുൽ മുഖഫിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ജാഹിദിനെ കുറിച്ച് നോക്കാം. ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തിയ ഒരു സാഹിത്യകാരനാണ് ജാഹിദ്.
ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളത്. മുഴുവൻ ഞാൻ പറയുന്നില്ല, PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. 159 ഹിജറയിൽ ജനിക്കുകയും 255 ഹിജറയിൽ മരിക്കുകയും ചെയ്തു. മുഴുവൻ പേര് അബു ഉസ്മാൻ അംറുബ്നു ബഹർ അൽ കിനാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. വുലിദ ഫിൽ ബസ്വറയിലാണ് ജനിച്ചതും മരണപ്പെട്ടു പോയതും. അദ്ദേഹത്തിന് ലഖബായി കൊണ്ട് കിട്ടിയതാണ് ജാഹിൽ എന്നുള്ള ഈ പേര്. ലഖബ് ഇമ്പോർട്ടൻ്റ് ആണ്, മുഴുവൻ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാനത് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ലി ജുഹൂലിൽ ഐനൈൻ, അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നിന്ന് ഒരു വൈരൂപ്യം കാരണമാണ് ഈ ഒരു പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അവലു ആലിമുൻ അറബിയുൻ ജമാ ബൈനൽ ജിദ്ദി വൽ ഹസിലി, ചെറിയ ഒരു വിശേഷണം മാത്രം, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അറബി ഭാഷയിൽ ആദ്യമായിക്കൊണ്ട് ജിദ്ദും ഹസിലും, കളിയും കാര്യവും, തമാശയും കാര്യവും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എഴുതിയിട്ടുള്ള ആദ്യത്തെ ആൾ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം ഫാലിജു നിസ്ഫി വന്നിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നിട്ട്, ദാഉൻ അക്രസ് എന്ന് പറഞ്ഞാലും അതന്നെ, സ്ട്രോക്ക് വന്ന് പിന്നെ തളർന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ 3 വർക്കുകൾ ഇത് നിരന്തരം ചോദിക്കാറുണ്ട്. 1 അൽ ബയാൻ വത്തബീനാണ്, 2 അൽ ബുഖലാ, 3 അൽ ഹയവാൻ. ഈ ഗ്രന്ഥങ്ങളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അൽ ബയാൻ വത്തബീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷയം അൽ അദബ് വൽ ബലാഗ, അദബും ബലാഗയും മാനിയുമൊക്കെയാണ് അതിൻ്റെ വിഷയം. അത് പിന്നെ ദാവൂദിക്ക് സമ്മാനമായിക്കൊണ്ടാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. അൽ ബുഖലാ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതിൻ്റെ വിഷയമുണ്ട്. പിശുക്കിനെക്കുറിച്ചും പിശുക്കന്മാരെക്കുറിച്ചുമുള്ള കഥകളാണ് അതിലുള്ളത്. പിന്നെ ഹൈവാൻ, കിതാബുൽ ഹൈവാൻ എന്ന ഗ്രന്ഥം മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക്കിന് അദ്ദേഹം സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗ്രന്ഥങ്ങൾ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. കിതാബു താജ്, അൽ മഹാസിനു വൽ അൽദാദ്, റിസാലത്തു തർബീഅ വത്തദ്വീർ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓർക്കണം, നിങ്ങൾ ജാഹിദിന് ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ 6 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയും ഗ്രന്ഥങ്ങളുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. പിന്നെ പുതിയ PSC പുതിയ രീതിയിലാണ്, നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ ചോദിക്കുമെന്ന്. അടുത്ത ഒരാളാണ് ഇബ്നുൽ അമീദ്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 297 ജനിച്ച് 360 മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബൂ ഫള് മുഹമ്മദ് ബിൻ ഹുസൈൻ എന്നാണ്. ഉലിദ ഫി ഖും എന്നൊരു പ്രദേശത്താണ് അദ്ദേഹം ജനിക്കുന്നത്, ഫാരിസിൽ തന്നെ. അദ്ദേഹമാണ് ജാഹിൽ അസാനി എന്നറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇബ്നുൽ അമീദ് അദ്ദേഹത്തെ പറ്റി സിലബസിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു, കൃത്യമായി ഓർമ്മയില്ല. എന്നിരുന്നാലും ഈ ചോദ്യം ചോദിച്ചതാണ്. ജാഹിൽ അസാനി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യം മുൻപ് ചോദിച്ചതാണ്. സുമ്മിയ അൽ ഉസ്താദ് ഐലൻ, അദ്ദേഹത്തിന് അൽ ഉസ്താദ് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഇനി അദ്ദേഹത്തെ പറ്റി അത്ര പ്രാധാന്യമില്ലാത്ത കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. കാല സഅലബി എന്ന പിന്നെ സാഹിത്യകാരൻ പറയുകയാണ്. പിന്നെ സഅലബിയെ നിങ്ങൾക്ക് അറിയില്ല. സഅലബി എന്ന് പറഞ്ഞാൽ അൽ യതീമത്തുദ്ദഹർ എന്ന ഒരു ഫേമസ് ആയ പുസ്തകം എഴുതിയിട്ടുള്ള സാഹിത്യകാരനാണ് സഅലബി പറയുന്നത് ബദഅത്ത് അൽ കിതാബത്ത് ബി അബ്ദുൽ ഹമീദ് വഖതമത്ത് ബി ഇബ്നുൽ അമീദ്. എഴുത്ത് തുടങ്ങിയത് അബ്ദുൽ ഹമീദ് ബിൻ യഹിയ അൽ കാത്തിബിനെ കൊണ്ടാണ്, അമവിയിലെ അവസാനത്തെ ആൾ. എഴുത്ത് അവസാനിക്കുന്നത് ഇബ്നുൽ അമീദിനെ കൊണ്ടാണ് എന്ന് സഅലബി പറയുന്ന ഒരു ഡയലോഗുണ്ട്. കാന സ്വാഹിബ് ഇബ്നു ഉബ്ബാദ് തിൽമീദഹു, ഇബ്നുൽ അമീദിൻ്റെ ഒരു ശിഷ്യനായിരുന്നു നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സ്വാഹിബ് ഇബ്നു ഉബ്ബാദ്. മാത ഫി റയ്യ് ഫി ബുഖാറയിലെ റയ്യിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നോക്കാം. അരിസ്റ്റോക്രാത്തിയ, ദീവാനുർ റസായിൽ, ദീവാനു ഫിൽ ലുഗ വ താരീഖ്. ഇതൊന്നും അത്ര പ്രാധാന്യം ഉള്ളതല്ല. എവിടെയും ചോദ്യങ്ങളിൽ ഈ പേജിലുള്ള ഒരു പോയിന്റും കേട്ടിട്ടില്ല. ഇനി അടുത്ത ആളിലേക്ക് പോവുകയാണ്. സ്വാഹിബ് ഇബ്നു ഉബ്ബാദിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. 324 ഹിജറ മുതൽ 385 ഹിജറ വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സ്വാഹിബ് ഇബ്നു ഉബ്ബാദ് എന്നുള്ളത്, സ്വാഹിബ് എന്ന പേര് ലഖബാണ്. അബുൽ ഖാസിം ഇസ്മായിൽ ഇബ്നു ഉബ്ബാദ് എന്നാണ് യഥാർത്ഥ പേര്. അദ്ദേഹം തോലിഖാനിലാണ് ജനിക്കുന്നത്. മാതഫി അസ്ഫഹാനിലാണ് മരണപ്പെട്ടു പോകുന്നത്. ലുഖിബ അസ്വാഹിബ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ് അസ്വാഹിബ് എന്നൊരു ലഖബ് അദ്ദേഹത്തിന് വന്നത്? ലി സുഹബത്തിഹി മഅ ഇബ്നുൽ അമീദ്,
നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നുൽ അമീദ് ഉണ്ടല്ലോ, ആ ഇബ്നുൽ അമീദിൻ്റെ ശിഷ്യനാണ് സ്വാഹിബ് ഇബ്നു ഉബ്ബാദ് എന്ന് നമ്മൾ പറഞ്ഞു. ശിഷ്യൻ കൂടെ സ്റ്റുഡൻറ്റ് മാത്രമല്ല, കൂട്ടുകാരനാണ്, ഒപ്പമുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇബ്നുൽ അമീദിനോടുള്ള സുഹബത്ത് കാരണം, കൂട്ടുകെട്ട് കാരണമാണ് സ്വാഹിബ് ഇബ്നു ഉബ്ബാദിന് അസ്വാഹിബ് എന്ന പേര് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിന് ഈ സാഹിബ് എന്നുള്ള പേര് അദ്ദേഹത്തിന് പിന്നീട് കിട്ടിയതാണ് എന്ന്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക. കാല സ്വാഹിബ് ഇബ്നു ഉബ്ബാദ്, നമ്മൾ പിന്നെ അബുൽ ഫിറാസുൽ ഹമദാനിയെ പറഞ്ഞപ്പോഴും ഇമ്രുൽ ഖൈസിനെ പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ബദാഷിർ ബിമലിക്കിൻ വഖത്തമ ബിമലിക്കിൻ. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ ഒരു വാക്കാണ്, സ്വാഹിബ് ഇബ്നു ഉബ്ബാദ് പറഞ്ഞ ഡയലോഗാണ് ഇത് എന്ന്. ആ സ്വാഹിബ് ഇബ്നു ഉബ്ബാദ് ഇദ്ദേഹമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അത്ര പ്രാധാന്യമില്ലാത്ത കുറച്ച് പോയിന്റുകളാണ്. ലഹു ഖസീദത്തുൻ അല്ലത്തി യബ്ദഹു കുല്ല അബയാത്തിഹ ബി കലിമത്തി ഖാലത്ത് ഖുൽതു. അദ്ദേഹത്തിന് നല്ലൊരു ഖസീദയുണ്ട്. ഇദ്ദേഹം നസറിൻ്റെ ആളാണ്, ഗദ്യ സാഹിത്യത്തിൻ്റെ ആളാണ്, എന്നാലും ഇദ്ദേഹത്തിനൊരു ഖസീദയുണ്ട്. ആ ഖസീദയുടെ പ്രത്യേകത, എല്ലാ വരികളും ആരംഭിക്കുന്നത് ഖാലത്ത്, അവൾ പറഞ്ഞു, ഖുൽതു, ഞാൻ മറുപടി കൊടുത്തു, ഞാൻ പറഞ്ഞു എന്ന രൂപത്തിലാണ് എല്ലാ വരികളും ആരംഭിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകളുണ്ട്, ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. അതിൽ കിതാബുൽ മുഹീത്ത് ഒരു ഡിക്ഷണറിയാണ്, കിതാബുൽ ഇമാല, അൽ വുസറാ, ജൗഹറത്തുൽ ജംഹറ. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഖാളി അൽ ഫാദിലിനെ കുറിച്ചാണ്. ഖാളി അൽ ഫാദിൽ, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഖാളി അൽ ഫാദിലിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ 4ാമത്തെ തൊബക്കയിലെ നേതാവാണ് ഖാളി അൽ ഫാദിൽ എന്നാണ് പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഖാളി അൽ ഫാദിൽ അബ്ബാസിയുടെ അവസാനത്തിലേക്ക് എത്തിയ ഒരാളാണ്. 529 ജനിച്ചു, 569 മരണപ്പെട്ടു പോകുന്നത്. അബു അലി അബ്ദുറഹീം അൽ ബൈസാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹം അദ്ദേഹം അറിയപ്പെടുന്നു ബി ഖാളി അൽ ഫാദിൽ. അദ്ദേഹം ഖാളി അൽ ഫാദിൽ എന്ന് അറിയപ്പെട്ടു. മഅറൂഫ് എന്നാട്ടോ ഇവിടെ വരേണ്ടത്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. മഅറൂഫ് ബി ഖാളി അൽ ഫാദിൽ, ഖാളി അൽ ഫാദിൽ എന്ന് അദ്ദേഹം അറിയപ്പെട്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം വുലിദ ഫി അസ്കലാൻ, ഫലസ്തീനിലെ അസ്കലാനിലാണ് അദ്ദേഹം ജനിച്ചത്. മരണപ്പെട്ടു പോകുന്നത് കാഹിറയിലാണ്, മിസ്റിലെ കാഹിറയിലാണ്. കാരണം വസീറൻ ലി സ്വലാഹുദ്ദീൻ അയ്യൂബി, അതാണ് ഈ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. പിന്നെ മിസ്റിൽ ഫലസ്തീനിൻ്റെ വിജയശില്പി എന്നറിയപ്പെടുന്ന, ഫലസ്തീന് മുസ്ലിങ്ങൾക്ക് വേണ്ടി വിജയിപ്പിച്ചടക്കിയ സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു മനുഷ്യനാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി. ധീരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിക്കൊണ്ട് സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കീഴിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഖാളി അൽ ഫാദിൽ. ഇനി സ്വലാഹുദ്ദീൻ അയ്യൂബി ഖാളി അൽ ഫാദിലിനെ കുറിച്ച് പറയുന്നുണ്ട്, ലാ തളുന്നു അന്നി ഫതഹ്തു അൽ ബിലാദ് ബിൽ അസ്കർ. സൈന്യത്തെ കൊണ്ട് ഞാൻ രാജ്യങ്ങളെ കീഴടക്കിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നമാ ഫതഹ ബി ഖലമി ഖാളി അൽ ഫാദിൽ. ഞാൻ രാജ്യങ്ങളെ കീഴടക്കിയത് ഖാളി അൽ ഫാദിലിൻ്റെ പേന കൊണ്ടാണ്. അദ്ദേഹം അത്രത്തോളം ശക്തമായിട്ട് എഴുതുമായിരുന്നു എന്ന് സ്വലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹത്തെ പറ്റി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നസറിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഈ ഭാഗത്ത് നോക്കിയത് ഇബ്നുൽ മുഖഫൈനെ പഠിച്ചു, അതേപോലെ അൽ ജാഹിദിനെ കുറിച്ച് പറഞ്ഞു, ഇബ്നുൽ അമീദ്, സ്വാഹിബ് ഇബ്നു ഉബ്ബാദ്, ഖാളി അൽ ഫാദിൽ, ഇത്രയും ആളുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നിങ്ങൾ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തൊരു ഭാഗമാണ് മഖാമകൾ. മഖാമയുടെ 2 ആളുകളെ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് ബദിഉസ്സമാൻ ഹമദാനിയും അബുൽ ഖാസിം ഹരീരിയുമാണ്. അതിനു മുമ്പ് മഖാമകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അൽ മഖാമ ഹിക്കായത്തുൻ ഖസീറത്തുൻ. മഖാമ എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ട് ശരിക്കും എഴുത്തല്ല, നേരെ മറിച്ച് ഹിക്കായ, അത് ഒരു സംഭവങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് വർണ്ണിച്ചു കൊടുക്കുകയാണ്. തഷ്തമിലു അല മുലഹമ, വീര ഇതിഹാസങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിട്ടുള്ളത്. അത് അബ്ബാസ്യ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് വന്നത്. അതിൻ്റെ തുടക്കക്കാരൻ കൊണ്ടുവന്ന ആൾ ബദിഉസ്സമാൻ ഹമദാനിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബദിഉസ്സമാൻ ഹമദാനി അദ്ദേഹം ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടും, നാട്ടിലുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് ഓരോ സ്ഥലത്ത് നടന്ന സംഭവ കഥകൾ എന്ന് പറഞ്ഞിട്ട് ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ കഥയിൽ ഒരു ഹീറോ ഉണ്ടാവും, ഒരു ബത്തിലുണ്ടാവും.
ആ ബത്തിൽ. അതേപോലെ റാവി ഉണ്ടാവും. റാവി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്നയാൾ എന്നാണ് റാവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നയാൾ പറഞ്ഞു, ഇന്നയാളുടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ ആളുകൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് അവിടുത്തെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് കഥ പറഞ്ഞു കൊടുക്കും. ഓരോ മഖാമകളും അറിയപ്പെടുന്നത് അതെവിടെ വെച്ചാണോ പറയുന്നത് ആ പറയുന്ന സ്ഥലത്തിൻ്റെ പേരിനനുസരിച്ചാണ്. ഇൻ കേസ് അൽ മഖാമാത്തുൽ മിസ്രിയ എന്നൊരു മഖാമ ഉണ്ടെങ്കിൽ അത് മിസ്ർ, ഈജിപ്തിൽ പോയി പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെയാണ് മഖാമകൾക്ക് കൂടുതലായിട്ടും പേരിടുന്നത്. അങ്ങനെ ഒരുപാട് മഖാമകളുണ്ട്. അതിൽ ബത്തുലുണ്ട്, ഹീറോയുണ്ട്, അതിൽ റാവിയുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും. അതിങ്ങനെ ഹീറോ ഉണ്ട്, അയാളിങ്ങനെ ഒരുപാട് സഹിച്ചു, അയാളിങ്ങനെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു, അയാൾക്ക് ഒരുപാട് പൈസ ആവശ്യമാണ് എന്നൊക്കെ പറയും. അങ്ങനെ പല രൂപത്തിൽ സഹതാപമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഈ ആളുകളിൽ നിന്ന് പൈസ കുറച്ച് ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന മക്കാമകളുടെ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മക്കാമകൾ എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഇരുത്തിക്കൊണ്ട് അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇതാണ് മക്കാമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കാമ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഹദീസ്, അൽ ഹദീസ് സംസാരം എന്ന അർത്ഥത്തിലാണ്. പിന്നീട് അൽ മജ്ലിസ്, അൽ മഖാൻ സ്ഥലം, ഇരിപ്പിടം എന്നൊക്കെ അർത്ഥം അതിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് PSCക്ക് ആവശ്യമുള്ളതാണ്. ഇനി മഖാമയുടെ ആളുകൾ ആരൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്ന് ബദിഉസ്സമാൻ ഹമദാനിയാണ്, വേറൊന്ന് അബുൽ ഖാസിം അൽ ഹരീരിയാണ്, വേറൊന്ന് ഇബ്നുൽ ജൗസി, അസ്സുയൂത്തി, അസ്സമഖ്ശരി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈ 5 പേരും മഖാമയുടെ ആളുകളാണ്. ഇതിൽ ബദിഉസ്സമാൻ ഹമദാനിയും അബുൽ ഖാസിം ഹരീരിയും മാത്രമാണ് വിശദീകരിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം നമുക്ക്. ബദിഉസ്സമാൻ ഹമദാനി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്, യഥാർത്ഥ പേര് അബൂ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ ബിൻ യഹിയ എന്നാണ് യഥാർത്ഥ പേര്. ഉലിദ ഫി ഹമദാൻ, അദ്ദേഹം ഇറാനിലെ ഹമദാനിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അസുല് കടക്കുന്നത്, കുടുംബ പാരമ്പര്യം കടക്കുന്നത് ഫാരിസിയാണ്. അതേപോലെ ബദിഉസ്സമാൻ എന്നത് അദ്ദേഹത്തിന് തൻ്റെ മുആസിരീങ്ങൾ ഇട്ട പേരാണ്. ലുഖിബ, അദ്ദേഹത്തിന് ലഖബായിക്കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. ആര്? തൻ്റെ കാലഘട്ടത്തിലെ മറ്റുള്ള ആളുകൾ ഇട്ടുകൊടുത്ത പേരാണ്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി, ബദിഅ എന്ന് പറഞ്ഞാൽ കാലത്തെ മാറ്റിമറിച്ചയാൾ. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി കാരണം, സാഹിത്യത്തിലുള്ള കഴിവ് കാരണം അദ്ദേഹത്തിന് നാട്ടുകാരിട്ട് കൊടുത്ത പേരാണ് ബദിഉസ്സമാൻ എന്നുള്ളത്. ഹുവ അവ്വലു മൻ അജാദൽ മഖാമാത്ത് വഹുവ റായിദുൽ മഖാമാത്ത്. മഖാമ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അതിൻ്റെ നേതാവ് അദ്ദേഹമാണ്. ഇനി ബദിഉസ്സമാൻ ഹമദാനിയുടെ മഖാമകളിലെ റാവി, റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഈസ ബിനു ഹിഷാമാണ്. അദ്ദേഹത്തിൻ്റെ ബത്തുല്, ഹീറോ എന്ന് പറയുന്നത് അബുൽ ഫതഹ് അൽ ഇസ്കന്ദരിയാണ്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അദ്ദേഹത്തിന് 51 മഖാമയുണ്ട്, 52 മഖാമയുണ്ട്, 53 മഖാമയുണ്ട് എന്ന് 3 അഭിപ്രായങ്ങൾ താരീഖുൽ അദബിൽ കാണാം. നിങ്ങളതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ തന്നെ 3 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മഖാമകളിൽ കുറച്ച് മഖാമകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അത്ര അത്യാവശ്യമില്ലാത്ത പോയിൻ്റാണ്. പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അദ്ദേഹത്തിൻ്റെ മഖാമകൾക്ക് ഷറഹ് എഴുതിയത്, വിശദീകരണം എഴുതിയത് മുഹമ്മദ് അബ്ദയാണ്. മുഹമ്മദ് അബ്ദ അസ്റുൽ ഹദീസിൽ ജീവിച്ച ഒരു സാഹിത്യകാരനാണ്. ഇനി നമുക്ക് അബുൽ ഖാസിം അൽ ഹരീരിയെ കുറിച്ച് നോക്കാം. മുഴുവൻ പേര് അബൂ മുഹമ്മദ് അൽ ഖാസിം ഇബ്നു അലി അൽ ഹരീരി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അറബിയുൽ അസുൽ, അദ്ദേഹത്തിൻ്റെ അസുൽ തനി അറബിയാണ്. ഉലിദ ഫി മഷാൻ, അദ്ദേഹം മഷാനിലാണ് ജനിക്കുന്നത്. ബസ്റയിലെ ഒരു സ്ഥലമാണ്. 446 ഹിജ്റയിൽ ജനിക്കുകയും 516 ഹിജ്റയിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലഖബാണ് ഹരീരി എന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിൽക്കാലത്ത് കിട്ടിയ പേരാണ്, ലഖബായിട്ട് കിട്ടിയതാണ് ഹരീരി എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ബിസബബി അന്നഹു യബീഉ അൽ ഹരീർ, അദ്ദേഹം പട്ട് അൽ ഹരീർ വിൽക്കുമായിരുന്നു. പട്ട് വിൽക്കുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അൽ ഹരീരി എന്നൊരു പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ബത്തുലും റാവിയും ആരാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ മഖാമയിലെ ബത്തുല് ഹീറോ അബൂ സെയ്ദ് സിറൂജിയാണ് അദ്ദേഹത്തിൻ്റെ മഖാമയിലെ ബത്തുല്. അതേപോലെ റാവി, റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ഹാരിസ് ബിൻ ഹമ്മാമാണ്, അത് റിപ്പോർട്ട് ചെയ്യുന്നയാൾ. ഇനി അദ്ദേഹത്തിന് 50 മഖാമകളുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നു. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല. 50 മഖാമകളാണ് അദ്ദേഹത്തിനുള്ളത്.
ആ മക്കാമുകൾ ഏതൊക്കെയാണ് കുറച്ച് പേരുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നോട്ട് ചെയ്യുക. ലഹു കിതാബുൻ, അദ്ദേഹത്തിന് വേറൊരു പുസ്തകമുണ്ട്, ഇത് ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. അസുറത്തുൽ ഐവാദ് എന്നാണ് ആ പുസ്തകം അറിയപ്പെടുന്നത്. പൂർണ്ണമായ പേര് പഠിച്ചിട്ടില്ലെങ്കിലും സുറത്തുൽ ഐവാദ് എന്നുള്ള പേര് നമ്മൾ പഠിച്ചു വെക്കുക. അത് പിന്നെ നഖ്ദാണ് അതിൻ്റെ വിഷയം, നഖ്ദിൽ വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ആദ്യ ഭാഗത്ത് പറയാനുള്ളത്. 7 ആളുകളെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഇനി ചെറിയ ഒരു ടോപ്പിക്കും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പുസ്തകമാണ്, നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പുസ്തകമാണ് അൽഫുലൈല വലൈല, 1001 രാവുകൾ. അൽഫുലൈല 1000 രാവുകൾ, വലൈല പിന്നീട് ഒന്നും കൂടെ എന്ന് പറയുമ്പോൾ 1001 രാവുകൾ എന്ന പുസ്തകം അറബിയിലുള്ള ഒരു പുസ്തകമാണ്. അത് പിന്നെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി എന്ന ഒരു സാഹിത്യകാരനും അറബി ഭാഷാ പണ്ഡിതനുമാണ്. അപ്പോൾ അൽഫുലൈല വലൈല എന്നുള്ളത് അബ്ബാസി കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു ഗ്രന്ഥമാണ്, ഫേമസ് ആണ്. അത് ആരാണ് എഴുതിയതൊന്നും ശരിക്കും ചരിത്രത്തിൽ പറയുന്നില്ല. അപ്പോൾ അതിൽ പറയുന്നത് ഒരു രാജാവുണ്ട്, രാജാവിൻ്റെ പേര് ഷഹരിയാർ എന്നാണ്. അതേപോലെ ആ രാജാവ് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയാണ് ഷഹർസാദ്. ഈ ഷഹർസാദ് രാജാവിൻ്റെ മന്ത്രിയുടെ മകളാണ്. ഈ പിന്നെ ഭാര്യ എന്ത് ചെയ്യുന്നു, ആ രാജാവിന് എല്ലാ രാത്രിയിലും കഥ പറഞ്ഞു കൊടുക്കുന്നു, ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. അത് തന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ വലിയ ചരിത്രമാണ്, കുറേ കഥകൾ അതിൻ്റെ പിന്നിലുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ രാത്രിയിലും ഈ രാജാവിന് ഈ ഒരു ഭാര്യ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ രാത്രി കഥ കേട്ട് പിന്നെ രാജാവ് ഉറങ്ങും, പിറ്റേന്ന് ആ കഥയുടെ ബാക്കി പറയും. അങ്ങനെ 1001 ദിവസങ്ങളിൽ പിന്നെ എന്ത് ചെയ്യുന്നു, കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. 264 കഥകളാണ് ഇന്ന് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. ആ കഥ ഒരുപാട് കഥകളുണ്ട്, അതിൽ 264 കഥകൾ ഇന്ന് ഉണ്ട്. നുഖില മിൻ ഫഹ്ലവിയ ഇലൽ അറബിയ, അൽഫുലൈല വലൈല എന്ന പുസ്തകവും അറബിയിലെത്തിയത് ട്രാൻസ്ലേഷൻ മുഖേനയാണ്. അത് ആരാണ് ചെയ്തത് എന്നൊന്നും ചരിത്രത്തിൽ വ്യക്തമല്ല. ഏതായിരുന്നാലും പേർഷ്യൻ ഭാഷ, പഴയ പേർഷ്യൻ ഭാഷ ഫാരിസിയ അൽ ഖദീമ, അവിടെ നിന്നാണ് ഇതും അറബിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലാണ് ഇത് വന്നത് എന്ന് ഒരിക്കൽ ചോദ്യം വന്നിരുന്നു, നെറ്റിനാണത് ചോദിച്ചത്. ഏത് കാലഘട്ടത്തിലാണ്? ആഖിരി ഖർനി അസാലിസ് ഹിജ്റ 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇത് അറബിയിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അത് ഫാരിസിയാണ് അതിൻ്റെ അസ്ലി കിടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ കേട്ട ഒരുപാട് കഥകളുണ്ടല്ലേ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കും, സിന്ധുബാദ്, അലിബാബയും കള്ളന്മാരും, അങ്ങനെ കുറേ കഥകൾ, അതൊക്കെ ഇതിൽ ഉൾപ്പെട്ട കഥകളാണ്. 1001 രാവുകൾ എന്ന ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ട കഥകളാണ് ഈ പറഞ്ഞ കഥകളൊക്കെ. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാൻ ഒട്ടും സാധ്യതയില്ല, പിന്നെ ചോദ്യങ്ങൾ കണ്ടിട്ടുമില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അൽഫുലൈലയെക്കുറിച്ച്. അപ്പോൾ ഇത്രയാണ് ആദ്യ ഭാഗത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഠിപ്പിക്കാനുള്ളത്. നസർ നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. ഇനി 2 ഭാഗം കൂടെ അബ്ബാസിയയിൽ നമുക്ക് ബാക്കിയുണ്ട്. ഒന്ന് നഖ്ദാണ്. നഖ്ദ് ഒരു 10 മിനിറ്റിൻ്റെ ക്ലാസ് ആയിരിക്കും നഖ്ദ് ഉണ്ടാവുക. വേറെ ഒന്ന് ഉലൂം വൽ ഫുനൂനാണ്. ഉലൂം വൽ ഫുനൂൻ ഒരു 15 മിനിറ്റോ 20 മിനിറ്റിൻ്റെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമ്മൾക്ക് വരുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് കാണിച്ചു തരണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഞാൻ അവിടെ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തിരുത്തണം. പെട്ടെന്ന് ടൈപ്പ് ചെയ്തുണ്ടാക്കുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്ക് കാണിച്ചു തരണം. അതേപോലെ ഒട്ടനവധി ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് തുറക്കുത്ത് തദ്രീസിൻ്റെ ക്ലാസ്സുകൾ തരുമോ എന്നുള്ളത്. മാക്സിമം നാളെയോ മറ്റന്നാളായിട്ട് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ല വെച്ചാൽ മെയ് 8-ന് മുമ്പായിട്ട് നൽകാനാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നൽകാം, നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദുആയിൽ ഉൾപ്പെടുത്തു. ഓക്കെ, അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.